മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സുകാർക്ക്, പ്ലസ് ടുക്കാർക്ക് അല്ലെങ്കിൽ ഡിഗ്രിക്കാർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ? സാക്ഷരതാ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? നമസ്കാരം, ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മറ്റൊരു PSC പരീക്ഷ നോട്ടിഫിക്കേഷൻ കൂടെ വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി 7, 8, 9, 10ാം ക്ലാസ് യോഗ്യതയിൽ പല ഡിഫറെന്റ് അറ്റൻഡർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായി മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം എന്നൊരു നോട്ടിഫിക്കേഷനാണ് ഇത്തവണ വന്നിരിക്കുന്നത്. നമുക്ക് പരീക്ഷ ഏതാന്ന് നോക്കാം. നമുക്ക് കാണാം, കാറ്റഗറി നമ്പർ 286/2024. ശ്രദ്ധിക്കുക, 286/2024. ഗസറ്റ് ഡേറ്റ് കാണാം 30/8/2024. ഓഗസ്റ്റ് മാസം, കഴിഞ്ഞ മാസം മാസാവസാനം 30ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ലാസ്റ്റ് ഡേറ്റ് 3/10/2024. ഒക്ടോബർ 3ാം തീയതി വരെ അപേക്ഷിക്കാൻ സമയമുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, പരീക്ഷ ഈ വർഷം ഉണ്ടാകില്ല, അടുത്ത വർഷം നടക്കാൻ പോകുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആണത്. ഇനി പരീക്ഷ എന്താണെന്ന് നോക്കാം. സ്വീപ്പർ ഫുൾ ടൈം എന്നാണ് പോസ്റ്റിന്റെ പേര്. സ്ഥാപനത്തിന്റെ പേര് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കാണ് നിയമനം നടക്കുന്നത്. ശമ്പളം 16,500 മുതൽ 35,700 വരെ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി പാക്കേജ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒഴിവുകളുടെ എണ്ണം നോക്കാം, 3. ഈ 3 എന്ന നമ്പർ കണ്ട് നിങ്ങൾ നിരുത്സാഹപ്പെടേണ്ട. താഴെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിട്ടുള്ള ഒഴിവുകൾ ഇപ്പോൾ നിലവിലുള്ളതാണ്. നിലവിലെ വേക്കൻസികളുടെ എണ്ണം മാത്രമാണ് 3 എന്ന് പറയുന്നത്. ഈ നമ്പറിൽ ഉറപ്പായിട്ടും വർധനവ് ഉണ്ടാവും. മറ്റൊരു കാര്യം കൂടെ താഴെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 1 വർഷം മുതൽ 3 വർഷം വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പോൾ ഈ കാലാവധിക്കിടയിൽ ഉണ്ടാകുന്ന മറ്റു ഒഴിവുകളിലേക്കും ഈ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നിയമനം നടക്കുക. അപ്പോൾ ഈ 3 എന്ന നമ്പറിൽ ഉറപ്പായും വർധനവ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി മോഡ് ഓഫ് റിക്രൂട്ട്മെന്റിലേക്ക് വരാം. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 36 വരെ. PSCയുടെ പൊതുവെയുള്ള ഏജ് റിലാക്സേഷൻസ് എല്ലാം ഇവിടെയും ബാധകമാണ്. അതായത് 18, 36 എന്ന് പറയുന്നത് OBCയിലേക്ക് വരുമ്പോൾ 36 എന്നുള്ളത് +3 ആകും. SC/ST വരുമ്പോഴത്തേക്കും അത് +5 ആകും. ഈ യോഗ്യതയിലേക്ക് വരാം. ഇംഗ്ലീഷ്, മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നതിലെ സാക്ഷരത. ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നതിലെ സാക്ഷരത. ഈ 4ൽ ഏതെങ്കിലും ഒരു ഭാഷ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. ഇവിടെയാണ് പലർക്കും സംശയം വരുന്നത്, സാക്ഷരതാ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? 10ാം ക്ലാസ്സുകാർക്ക്, പ്ലസ് ടുക്കാർക്ക് അല്ലെങ്കിൽ ഡിഗ്രിക്കാർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ? ആദ്യം തന്നെ ക്ലിയർ ചെയ്യാം, ഡിഗ്രിക്കാർക്കും 10, +2 യോഗ്യത ഉള്ളവർക്കും ഈ പരീക്ഷ അപേക്ഷിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കാത്ത ഒരു പരീക്ഷയാണ് എന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി യോഗ്യതകൾ എന്ന ഹെഡിങ്ങിന് കീഴെ വളരെ വ്യക്തമായി PSC നോട്ടിഫിക്കേഷനിൽ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇന്ന യോഗ്യതയുള്ളവർക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നത്. അപ്പോൾ ഡിഗ്രിക്കാർക്കും ഈ പരീക്ഷ എഴുതാൻ സാധിക്കും. ഇനി സാക്ഷരതാ സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുമ്പോൾ, നിങ്ങൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 യോഗ്യതയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4ൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എങ്കിലും നിങ്ങൾ 10 അല്ലെങ്കിൽ +2ൽ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ 10 അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് മതിയാകും നിങ്ങളുടെ സാക്ഷരത തെളിയിക്കുന്നതിനായി. സാക്ഷരതാ സർട്ടിഫിക്കറ്റിനെ പറ്റി നോട്ടിഫിക്കേഷനിൽ യാതൊരു ആവശ്യവും പ്രകടിപ്പിച്ചിട്ടില്ല. നമുക്ക് സമർപ്പിക്കാം. കാറ്റഗറി നമ്പർ 286/2024. സ്വീപ്പർ ഫുൾ ടൈം ആണ് പോസ്റ്റിന്റെ പേര്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കാണ് നിയമനം നടക്കുന്നത്. 18 മുതൽ 36 ആണ് പ്രായപരിധി. ഇംഗ്ലീഷ്, മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ ഭാഷ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. പരീക്ഷയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മറ്റു വീഡിയോകളിൽ പുറകെ വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാച്ച് ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്